അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് 10ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ ദുറൂസുൽ ഇസ്ലാമിന്റെയും വർക്ക് ബുക്കിന്റെയും 4ാമത്തെ ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. നിനക്ക് മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്നതാണ് ഫാത്തിഹയിലെ ആയത്തിന്റെ അർത്ഥം. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു അല്ലാത്ത മഹാന്മാരോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല, എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു തആല മാത്രമാണ് എന്നുള്ളതാണ്. സ്വന്തം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹു തആലയോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ എന്നതാണ് അവിടെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു എന്നതിനർത്ഥം എന്താണ്? സ്വന്തം കഴിവുള്ളവൻ എന്ന അർത്ഥത്തിൽ അല്ലാഹുവോട് മാത്രമേ ചോദിക്കാവൂ. എന്നാൽ അടുത്തുള്ളവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ സഹായികളാക്കി അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ മരിച്ചുപോയവരെയും അകലെയുള്ളവരെയും നമുക്കറിയാത്ത മാർഗത്തിൽ സഹായം ലഭിക്കാൻ അല്ലാഹു തആല കാരണമാക്കാറുണ്ട്. എപ്പോഴും സഹായിക്കുന്നവൻ ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ് എന്നാണ് അതിനർത്ഥം. നമുക്കൊന്ന് വായിക്കാം. 10ാം ക്ലാസ്സിലെ കുട്ടികൾ ടൂർ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അവരുടെ ഉസ്താദുമാരെ പഠിപ്പിച്ച മഹാന്മാരായ ഗുരുക്കന്മാരുടെ ഖബറിടങ്ങളിലേക്കാണ് യാത്ര. ആദ്യം സിയാറത്തുമായി ബന്ധപ്പെട്ട ശർഈ നിയമങ്ങൾ പഠിക്കാൻ അവർ തീർച്ചയാക്കി. ഉസ്താദിനോട് അവർ ചോദിച്ചു, ഈ സിയാറത്ത് യാത്രക്ക് ഇസ്ലാമിൽ വല്ല തെളിവുമുണ്ടോ? ഒരു കഥാരൂപത്തിലാണ് അവതരിപ്പിച്ചത്. ഉസ്താദ് ഉണ്ടല്ലോ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കുൻതു നഹൈതുകും അൻ സിയാറത്തുൽ ഖുബൂരി അലാ ഫസൂറുഹ ഫഇന്നഹാ തുരിഖുൽ ഖൽബ വതുദ്മിഉൽ ഐന വതുദക്കിറുൽ ആഖിറ. എന്നതിന്റെ അർത്ഥം, ഖബർ സിയാറത്ത് ചെയ്യുന്നതിൽ നിന്ന് ഞാൻ നിങ്ങളെ വിലക്കിയിരിക്കുന്നു, എന്നാൽ ഇനി നിങ്ങൾ സിയാറത്ത് ചെയ്തു കൊള്ളുക. അത് ഹൃദയങ്ങളെ ആർദ്രമാക്കുന്നതും കണ്ണുകളെ ഈറണിയിക്കുന്നതും പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുന്നതുമാണ്. മഹാന്മാരെ ഖബർ സിയാറത്തിന്റെ ഗുണങ്ങളാണ്. 3 മസ്ജിദുകളിലേക്ക് മാത്രമേ വാഹനം കയറി പുറപ്പെടേണ്ടതുള്ളൂ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. മസ്ജിദ് എന്നുള്ള പ്രത്യേകത കൽപ്പിച്ച് മസ്ജിദുൽ ഹറാം, മസ്ജിദുൻ നബവി, മസ്ജിദുൽ അഖ്സ എന്നീ 3 മസ്ജിദുകളിലേക്ക് മാത്രമേ പോകേണ്ടതുള്ളൂ എന്നാണ് പറഞ്ഞത്. അതല്ലാതെ എന്തല്ല, മഹാന്മാരെ ഖബർ സിയാറത്തിന് പോകാൻ പാടില്ല എന്നല്ല ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബാക്കി മസ്ജിദുകളെല്ലാം പ്രതിഫലത്തിന്റെ കാര്യത്തിൽ തുല്യമാണ്. എന്നാൽ ഈ 3 മസ്ജിദുകൾ അങ്ങനെയല്ല, അവക്ക് പ്രത്യേകതയുണ്ട്. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള പണ്ഡിതന്മാർ അത് ഇങ്ങനെയാണ് വിശദീകരിച്ചത്. മഖ്ബറുകളിൽ ചെല്ലുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിതകാലത്ത് അവരോട് പുലർത്തിയിരുന്ന അദബുകൾ പാലിക്കണം. അവരുടെ അഭിമുഖമായി നിന്ന് സലാം ചൊല്ലണം. പിന്നീട് ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക. ഖിബലയിലേക്ക് തിരിഞ്ഞു നിന്ന് ദുആ ചെയ്യുക. അവിടെ വെച്ച് അലമുറയിടരുത്, ഖബറിനെ സുജൂദ് ചെയ്യരുത്, എന്നാൽ ബർക്കത്തെടുക്കാം. ബഹുമാനപ്പെട്ട ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിനെ സിയാറത്ത് ചെയ്തിരുന്നു, ബർക്കത്തെടുത്തിരുന്നു. തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലാഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുന്നത് നല്ലതാണ്. അതാണ് തവസ്സുൽ എന്ന് പറയുന്നത്. മഹാന്മാരെ മുൻനിർത്തി അല്ലാഹുവിനോട് ദുആ എടുക്കുക. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടുത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു സ്വഹാബി പഠിപ്പിച്ചിട്ടുണ്ട്. സക്കരിയ, മഹാന്മാരുടെ സഹായം ചോദിക്കാമോ? അത് ശിർക്കാണെന്നില്ല പറയുന്നുണ്ടല്ലോ. ശിർക്ക് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുവല്ലോ. ആ വിശദീകരണങ്ങളിൽ നിന്ന് ഇത് അതിൽ പെട്ടതല്ല എന്ന് വളരെ വ്യക്തമാണ്. സ്വഹാബികൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ അവരവരുടെ പരാതികൾ അവതരിപ്പിച്ചിരുന്നു. അവർക്ക് സഹായം ലഭിച്ചിരുന്നു. വഫാത്തിന് ശേഷവും അവർ അത് തുടർന്നു. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി ക്ഷാമമുണ്ടായപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ആരാധനയാണ്. നമ്മളെ ചെയ്യുന്നതൊന്നും സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥനയല്ല. സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള വിളിയാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിന് മാത്രമേ പാടുള്ളൂ. അങ്ങനെ മാത്രമേ മുസ്ലിങ്ങൾ ചെയ്യാറുമുള്ളൂ. എല്ലാ വിളികളും തേട്ടങ്ങളും ആരാധനയുടെ പരിധിയിലുള്ളതാണെന്ന വാദം ശരിയല്ല. അറിഞ്ഞ വഴിക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് പ്രാർത്ഥന എന്നത് പുത്തൻ വാദമാണ്. ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവില്ല. പണ്ഡിതന്മാർ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഹാദർ ബീവി റളിയല്ലാഹു അൻഹു മലക്കിനോട് സഹായം ചോദിച്ചു. അത് സാങ്കേതിക പ്രാർത്ഥനയല്ല,
ബിൽഖീസ് രാജ്ഞി ഒരു സിംഹാസനം കൊണ്ടുവരാൻ ആസ്ബിൻ ബർഖിയ എന്ന വലിയനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം സഹായം അഭ്യർത്ഥിച്ചു. അതും പ്രാർത്ഥനയല്ല. വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടാൽ അള്ളാഹുവിനടിമകളെ സഹായത്തിന് വിളിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതും പ്രാർത്ഥനയല്ല. ഇവിടെയെല്ലാം സഹായം കിട്ടുന്നത് മറഞ്ഞ വഴിയിലൂടാണല്ലോ. മരണപ്പെട്ടവർ അറിയുമെന്ന വിശ്വാസത്തോടെയുള്ള വിളിയും ആരാധനയല്ല. അങ്ങനെയെങ്കിൽ നിസ്കാരത്തിൽ നാം അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന നബിയെ വിളിക്കുന്നതും മരണപ്പെട്ടവരെ വിളിച്ചവർക്ക് സലാം പറയുന്നതും അവർക്കുള്ള ആരാധനയാണെന്ന് പറയേണ്ടി വരും. മരണത്തോടെ നശിക്കുന്നത് ശരീരം മാത്രം. എന്നാൽ മഹാന്മാർ ശരീരവും നശിക്കില്ല. ആത്മാവ് എപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആത്മാവ് അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ആത്മാവിന് അറിയുന്നതിന് തടസ്സമില്ലല്ലോ. എല്ലാ കഴിവുകളുടെയും ഉടമ അല്ലാഹു തആല മാത്രം. ഇതുകൊണ്ടാണ് അടുത്തുള്ളവരും അകലെയുള്ളവരും മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരും സഹായിക്കുന്നത്. അല്ലാഹു തആല നൽകുന്ന കഴിവ് മാത്രമേ സൃഷ്ടികൾക്ക് ആർക്കുമുള്ളൂ. സ്വന്തം കഴിവുള്ളവൻ അർത്ഥത്തിൽ അല്ലാഹു തആലയോട് മാത്രമേ സഹായം ചോദിക്കാൻ പാടുള്ളൂ. ഫാത്തിഹയിൽ പറഞ്ഞ വയ്യാക നസ്തഈൻ എന്നതിന്റെ അർത്ഥം അതാണ്. എന്നാൽ അടുത്തുള്ളവരെയും ജീവിച്ചിരിക്കുന്നവരെയും നമ്മുടെ സഹായികളാക്കി അല്ലാഹു തആല നിശ്ചയിച്ചതുപോലെ മരിച്ചു പോയവരെയും അകലെയുള്ളവരെയും നമുക്കറിയാത്ത മാർഗത്തിൽ സഹായം ലഭിക്കാൻ അല്ലാഹു തആല കാരണമാക്കാറുണ്ട്. അപ്പോഴേക്കും സഹായിക്കുന്നവൻ അല്ലാഹു തആല മാത്രമാണ്. ഇതിൽ മനസ്സിലാക്കുന്നതാണ് അല്ലാഹുവിന്റെ മഹാന്മാരെ സഹായം ചോദിക്കാം എന്നാണ് ഇതുവരെ പറഞ്ഞിട്ടുള്ളത്. ഈ ദുആ നോക്കൂ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക വനതവജ്ജു ഇലൈക ബിനബിയിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽഅംബിയാഇ വസ്സാലിഹീൻ അൻ തജഅലനാ മിൻ ഇബാദിക സ്വാലിഹീൻ. പ്രാർത്ഥനയാണ് ഇതിനർത്ഥം. അല്ലാഹുവേ, നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മറ്റു അമ്പിയാക്കളെയും സ്വാലിഹീങ്ങളെയും മുൻനിർത്തി ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു, ഞങ്ങളെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ. ഇനി നമുക്ക് ഇതിന്റെ വർക്കൊന്ന് വായിക്കാം. ഒന്നാമത്തെ വർക്ക് എന്താണ്? നുജീബു ബി കരീമത്തിൻ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. ചോദ്യം 1. ഖബർ സിയാറത്ത് ചെയ്യുന്നവൻ എങ്ങോട്ട് തിരിഞ്ഞാണ് ദുആ ചെയ്യേണ്ടത്? ഉത്തരം ഖിബലയിലേക്ക്. ചോദ്യം 2. അബ്ബാസ് റളിയല്ലാഹു അൻഹു തവസ്സുലാക്കി ദുആ ചെയ്തു ആര്? ഉമർ റളിയല്ലാഹു അൻഹു. ക്ഷാമമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞു ആര്? ബിലാൽ ഇബ്നു ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു. നാലാമത്തത് മലക്കിനോട് സഹായം ചോദിച്ച മഹദി ആര്? ഹാജർ ബീവി റളിയല്ലാഹു അൻഹാ. അഞ്ചാമത്തത് ആസഫ് ബിൻ ബർഖിയയോട് സഹായം അഭ്യർത്ഥിച്ചു ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. രണ്ടാമത്തെ ആക്ടിവിറ്റി നുജീബ്, ഉത്തരം എഴുതാം. 1. ഖബർ സിയാറത്ത് കൊണ്ടുള്ള 3 നേട്ടങ്ങൾ എഴുതുക. 1. ഹൃദയങ്ങളെ ആർദ്രമാക്കുന്നതും. 2. കണ്ണുകളെ ഈറണിയിക്കുന്നതും. 3. പരലോകത്തെക്കുറിച്ച് ചിന്ത ഉണ്ടാക്കുന്നതുമാണ്. രണ്ടാമത്തെ ചോദ്യം പ്രാധാന്യമുള്ള 3 മസ്ജിദുകളും അവ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളും എഴുതുക. 1. മസ്ജിദുൽ ഹറാം മക്കയിൽ, 2. മസ്ജിദുൻ നബവി മദീനയിൽ, 3. മസ്ജിദുൽ അഖ്സ ഫലസ്തീനിൽ. ചോദ്യം 3. മുൻഗാമികൾ മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ ചെയ്ത് 2 ഉദാഹരണങ്ങൾ എഴുതുക. 1. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു പഠിപ്പിച്ചിട്ടുണ്ട്. ചോദ്യം 4. ക്ഷാമമുണ്ടായപ്പോൾ ബിലാൽ ഇബ്നുൽ ഹാരിസ് അൽ മുസ്നി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി ചെയ്തതെന്ത്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അഞ്ചാമത്തെ ചോദ്യം എന്താണ് പ്രാർത്ഥന? സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് ശ്വസിച്ചുകൊണ്ടുള്ള വിളിയാണ് പ്രാർത്ഥന. 3rd ആക്ടിവിറ്റി നക്തുബ് ഫിഖ്റ, പാരഗ്രാഫ് എഴുതാനാണ്. മഹാന്മാരെ സിയാറത്ത് ചെയ്യേണ്ട രീതിയെ കുറിച്ചാണ് എഴുതേണ്ടത്. മഹാന്മാരെ സിയാറത്ത് ചെയ്യുമ്പോൾ ജീവിതകാലത്തവരോട് പുലർത്തിയിരുന്ന അദബുകൾ പാലിക്കണം. അവരുടെ അഭിമുഖമായി നിന്ന് സലാം ചൊല്ലണം. പിന്നീട് ഖുർആൻ പാരായണം ചെയ്ത് അതിന്റെ പ്രതിഫലം അവർക്ക് ഹദിയ ചെയ്യുക. ഖിബലയിലേക്ക് തിരിഞ്ഞ് ദുആ ചെയ്യുക. ഇവിടെ വെച്ച് അലമുറയിടരുത്, ഖബറിനെ സുജൂദ് ചെയ്യരുത്, എന്നാൽ ബർക്കത്തെടുക്കാം. 3rd ആക്ടിവിറ്റി തഖ്സീസ്. എന്താണ്? മരണപ്പെട്ടവരോട് സഹായം തേടൽ എന്ന വിഷയത്തിൽ ലേഖനം തയ്യാറാക്കാം. നമുക്ക് നോക്കാം. തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കണം. അല്ലാഹു തആലയോട് ദുആ ചെയ്യുമ്പോൾ മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുന്നത് നല്ലതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം അവിടത്തെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാൻ ഉസ്മാൻ ഇബ്നു ഹുനൈഫ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പഠിപ്പിച്ചു. സ്വഹാബികൾ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ
അവരവരുടെ പരാതികൾ അവതരിപ്പിച്ചിരുന്നു, അവർക്ക് സഹായം ലഭിച്ചിരുന്നു. വഫാത്തിന് ശേഷവും അവർ അത് തുടർന്നു. ബിലാൽ ഇബ്നു ഹാരിസുൽ മുസ്നി എന്ന സ്വഹാബി ക്ഷാമമുണ്ടായപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിങ്കൽ ചെന്ന് പരാതി പറഞ്ഞത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. പ്രാർത്ഥന അള്ളാഹുവിന് ചെയ്യുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ആരാധനയാണ്. നമ്മൾ ചെയ്യുന്നതൊന്നും സാങ്കേതികാർത്ഥത്തിലുള്ള പ്രാർത്ഥനയല്ല. സൃഷ്ടാവിന്റെ വിശേഷണങ്ങൾ ഏതെങ്കിലും ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ടുള്ള വിളിയാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ. അങ്ങനെ മാത്രമേ മുസ്ലിങ്ങൾ ചെയ്യാറുമുള്ളൂ. എല്ലാ വിളികളും തേട്ടങ്ങളും ആരാധനയുടെ പരിധിയുള്ളതാണെന്ന വാദം ശരിയല്ല. മറഞ്ഞ വഴിക്ക് സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് വിളിക്കുന്നതാണ് പ്രാർത്ഥന എന്നത് പുത്തൻ വാദമാണ്. ഖുർആനിലോ ഹദീസിലോ അതിന് തെളിവില്ല. പണ്ഡിതന്മാർ ആരും അങ്ങനെ പഠിപ്പിച്ചിട്ടുമില്ല. ഹാജർ ബീവി റളിയല്ലാഹു അൻഹ മലക്കിനോട് സഹായം ചോദിച്ചു. അത് സാങ്കേതിക പ്രാർത്ഥനയല്ല. ബിൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം കൊണ്ടുവരാൻ ആസുൻ ബർഖിയ എന്ന വലിയനോട് സുലൈമാൻ നബി അലൈഹിസ്സലാം സഹായം പ്രാർത്ഥിച്ചു. അതും പ്രാർത്ഥനയല്ല. വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടാൽ അള്ളാഹുവിന്റെ അടിമകളെ സഹായത്തിന് വിളിക്കാൻ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതും പ്രാർത്ഥനയല്ല. ഇവിടെയെല്ലാം സഹായം കിട്ടുന്നത് മറഞ്ഞുവഴിയിലൂടെ ആണല്ലോ. സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കാനും അതിന് ജീവിക്കാനുമുള്ള മഹാ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.